നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റ് 26,150 എന്ന പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതും രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിൽ നിന്നും ഉയർന്നു വരുന്നതും അടുത്ത ആഴ്ച ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ വരുന്ന അപ്ഡേറ്റുകളും മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈമിലേക്കുള്ള സെൻറ്റിമെൻറ്റ് ബുള്ളിഷാക്കി നിലനിർത്തുന്നു. ഇന്നും ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളിലായി മാർക്കറ്റ് ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകുന്നത്. 3 ദിവസത്തെ കുമുലേറ്റീവ് ഗെയിൻ 1.15% മുകളിലുമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും മാർക്കറ്റിന് മികച്ച സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മാർക്കറ്റ് വോളറ്റൈലാണെങ്കിലും ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന മൊമെൻറ്റം കാഴ്ചവെക്കുന്ന ചില സ്റ്റോക്കുകളെ ഷോർട്ട് ടൈം പീരീഡിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നതും അട്രാക്റ്റീവ് ചാർട്ട് പാറ്റേൺ കാണുന്നതും അതേസമയം ഷോർട്ട് ടൈമിലേക്ക്, അതായത് ഒരാഴ്ചയോ 2 ആഴ്ചയിലേക്കുള്ള ഡ്യൂറേഷന് വേണ്ടി പരിഗണിക്കാവുന്നതുമായ ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഭാരതി എയർടെൽ 2,123 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈക്ക് അടുത്ത് ഏകദേശം ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 12,000 കോടി രൂപയുടെ 12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33. 0.75% ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2050 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും ഒരു ബ്രേക്കൗട്ടിന് തയ്യാറെടുക്കുകയാണ്. ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുക. 2,175 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2,300 വരെ ഉയരാൻ സാധ്യതയുണ്ട്. 2,050 സ്റ്റോപ്പ് ലോസ് വേണം ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിൽ പ്ലേസ് ചെയ്യാൻ. രണ്ടാമത്തെ സ്റ്റോക്ക് NMDC 80 രൂപ മാത്രം വിലയുള്ള സ്റ്റോക്കാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും 3% ഉയരുകയും ചെയ്തു. NMDCയുടെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും സ്ട്രോങ് ബുള്ളിഷ് പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 75-80 എന്ന റേഞ്ച് ഒരു പ്രധാന റെസിസ്റ്റൻസ് സോൺ കൂടിയായിരുന്നു. ഈ റെസിസ്റ്റൻസ് സോണിലുള്ള ബ്രേക്കൗട്ടും ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ NMDC എന്ന സ്റ്റോക്കിനെയും ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. NMDCക്ക് 72 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് 85 രൂപയുടെ ടാർഗറ്റ് വേണം എയിം ചെയ്യാൻ. സ്റ്റോക്ക് 20-ഡേ, 50-ഡേ, 100-ഡേ, 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ്. സ്റ്റോക്കിൻ്റെ RSI നോക്കുകയാണെങ്കിൽ 64.48. ഇത് സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് BSE ലിമിറ്റഡ് 2,734 രൂപ സ്റ്റോക്കിൻ്റെ വില. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഇടിഞ്ഞു. 1.11 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. BSEയും ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് മികച്ചതാണ്. BSE 100-ഡേ, 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ BSEക്ക് 2,250 സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് 2,800 വരെ, അതായത് 3,000 അടുത്ത് വരെ ഉയരുകയും പിന്നീട് 2,750 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും 3,000 എന്ന ലെവലിനെ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് 2,650 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 3,000 എന്ന ടാർഗറ്റ് BSE എന്ന സ്റ്റോക്കിലും എയിം ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ബിർള സോഫ്റ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിലും ബിർള സോഫ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. 484 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നിഫ്റ്റി 50യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ 3 മാസമായി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഈ സമയത്ത് അത്ര അധിക ബൈയിങ് മൊമെൻറ്റം വന്നിട്ടില്ലാത്ത ബിർള സോഫ്റ്റ് പോലുള്ള സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് വാല്യൂഷന് ലഭിക്കുന്നതുകൊണ്ട് സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. കൂടാതെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനകളും നമുക്ക് കാണാൻ സാധിക്കും. ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 484 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും സ്റ്റോക്ക് 480, 500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ 21-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെയും 55-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെയും ഒരു ക്രോസ് ഓവർ, അതായത് ഒരു ബുള്ളിഷ് ക്രോസ് ഓവറും നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ബിർള സോഫ്റ്റ് എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാം. അവസാന സ്റ്റോക്ക് KEA ഇൻഡസ്ട്രീസ് ആണ്. KEA ഇൻഡസ്ട്രീസും ഒരു ഹൈ മൊമെൻറ്റം സ്റ്റോക്കാണ്. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ KEA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനുള്ള അല്ലെങ്കിൽ ഓൾ ടൈം
ഹൈയെ ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 4000 രൂപയ്ക്കടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ഒരു സൈഡ് ബേസ് ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് 4400 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 4800, 5150 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്